ശ്രീ ആയൂർ ബിജു, ഇത് സ്വരാജും വിജിനും പി കെ ശശിയും പിന്നെ കുറേയേറെ CPM നേതാക്കളും പിന്നെ CPM-നോട് അനുഭാവമുള്ള സൈബർ ഹാൻഡിലുകളും ഇന്നലെ രാത്രി മുതൽ പറയുന്ന കാര്യമാണ് ഈ RSS ആണ് കൊയിലാണ്ടിയിൽ ലോക്കൽ സെക്രട്ടറിയെ കൊലപ്പെടുത്തിയത് എന്ന്. അത് വലിയൊരു പ്രചാരണമായിരുന്നു. അത് ഈ ഒരു രക്തസാക്ഷിയെ കിട്ടുവാനുള്ള ഒരു തിടുക്കം ആയിപ്പോയില്ലേ എന്നുള്ള സംശയം ഉയർത്തുകയാണ് BJP. സംശയമല്ല, ശക്തമായ ആരോപണം ഉയർത്തുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത്. ഇവരാരും പിന്നീട് അതേക്കുറിച്ച് മിണ്ടിയിട്ടുമില്ല, ഈ പറയുന്ന CPM നേതാക്കൾ ആരും. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ കൊയിലാണ്ടിയിൽ നടന്ന സംഭവത്തെ തുടർന്ന് എന്തിനായിരുന്നു ഈ തിടുക്കം CPM-ന്റെ ഭാഗത്ത് നിന്ന്? മഞ്ജുഷേ, എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാനായ സന്ദീപ് വാര്യർ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തുടങ്ങിയത് എവിടെ നിന്നാണോ അവസാനിച്ചത് എവിടെ നിന്നാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹം CPM-നെ എന്താണ് പറഞ്ഞോ കൊലയാളി സംഘം എന്ന് വിളിച്ചു. CPM-ന് എന്താണ് CPM ഇതിനകത്ത് കക്ഷികളാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ ചർച്ചയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാദൂറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നിട്ട് ഇന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അല്പം പുറമോട്ട് പോവാം. നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കഥ പറഞ്ഞല്ലോ. അങ്ങനെ പുറമോട്ട് പോയാൽ RSSകാരാൽ കൊല ചെയ്യപ്പെട്ട എത്രയോ ഞങ്ങളുടെ സഖാക്കളുണ്ട്. അതൊന്നും താങ്കൾ മറന്നു പോകരുത്. എന്തിന്റെ വെളിച്ചത്തിലാണ് CPM-ന്റെ സഖാക്കളെ അല്ലെങ്കിൽ നേതാക്കന്മാരെ അല്ലെങ്കിൽ പാർട്ടിയെ കൊലയാളി സംഘം എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്? കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് അത്തരത്തിൽ ഇദ്ദേഹം ആ രീതിയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുപോയത്. അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് RSS ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള ഒരു സ്ഥിരീകരണം എങ്ങനെ ഈ CPM-ന്റെ നേതാക്കൾക്കുണ്ടായി? അതാണ് ഒരു രക്തസാക്ഷിയെ കിട്ടുവാനുള്ള തിടുക്കമായിരുന്നു അവിടെ എന്നുള്ള ചോദ്യം ഉയരുവാൻ കാരണം. ഈ പറയുന്ന M സ്വരാജ് തന്നെ മുൻപ് കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായിരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഒരു ധൃതിയും ഇക്കാര്യത്തിൽ കാണിക്കരുത്, അന്വേഷണം പോലീസ് നടത്തുകയാണ്, വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചാരണമൊന്നും ആരും നടത്തരുത് എന്ന്. ആ ഒരു സംയമനം അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പൊടുന്നനെ തന്നെ RSS ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ പിൻപറ്റി തന്നെ M വിജിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പറയുകയാണ്. ആ സമയത്തൊന്നും പോലീസ് ഒരു കാര്യവും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, പ്രതി പോയി പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. അതൊരു CPM-കാരനായിരുന്നു. ഇപ്പോൾ CPM-കാരനല്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലും BJP സംശയം ഉന്നയിക്കുകയാണ്, ഇപ്പോഴും CPM-കാരൻ തന്നെയാണെന്ന്. അപ്പോൾ ഈ സംശയങ്ങളെല്ലാം ഉയർന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശ്രീ ആയൂർ ബിജു, എന്തിനങ്ങനെ ഒരു ശ്രമം നടന്നു എന്ന്? അതൊരു കലാപാഹ്വാനം കൂടിയായി പോയേനെ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ പിന്നീട്? കേൾക്കൂ, ഒരു മിനിറ്റ് താങ്കൾ കേൾക്കൂ. എത്രയോ കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് BJP-യിലുണ്ട്. ആ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു മുൻകാല കോൺഗ്രസ്സുകാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം സോണിയാഗാന്ധി ഏറ്റെടുക്കാൻ പറ്റുമോ? ഇദ്ദേഹം പണ്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നിരിക്കാം, അദ്ദേഹം ഇപ്പോൾ ഈ പാർട്ടിയിലില്ല. ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത് ഇവിടെ ഇപ്പം സന്ദീപ് വാര്യർ പറഞ്ഞ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാമല്ലോ, CPM-ന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യണം എന്നാണ്. ഞങ്ങൾ പറയുന്നു, ഒരു ക്ഷേത്രമുറ്റത്ത് വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായിട്ട് ഈ ആക്രമണം നടന്നു എന്ന ഭാഗത്തിലേക്ക് ഞങ്ങൾ പോയാൽ അതിനകത്ത് സന്ദീപ് വാര്യർക്ക് എന്ത് പറയാൻ പറ്റും? അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു ക്ഷേത്രമാണ് ഇതിനെ തെരഞ്ഞെടുത്തത്, ഒരു ക്ഷേത്രമുറ്റമാണ്. പരിപാവനമായ ഒരു ക്ഷേത്രമുറ്റത്തിൽ ഒരാൾ ആക്രമിക്കപ്പെടുന്നു. അതിലേക്കാണ് എന്തുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തിയെ മറ്റൊരു സ്ഥലത്ത് വെച്ച് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തെ സന്ദീപ് വാര്യർ മറുപടി അങ്ങനെ ഒരു മറുചോദ്യം ഉന്നയിക്കുകയാണ് LDF-ന്റെ പ്രതിനിധിയായ ശ്രീ ആയൂർ ബിജു. ശ്രീ സന്ദീപ് വാര്യർ, അല്ല, അത്തരം ഒരു ആക്ഷേപം CPM-ന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെല്ലാവരും ഈ പോസ്റ്റ് മുക്കിയത്? ഈ ആരോപണം ആദ്യം ഉന്നയിച്ചവർ എന്തുകൊണ്ടാണ് പിന്നീട് പോസ്റ്റ് മുക്കിയത്? അവരെല്ലാവരും ഇട്ട സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്റ് മുക്കിയത് തന്നെ ആയൂർ ബിജുവിനുള്ള ഉത്തരമാണ്. കാരണം CPM-ന് അത്തരം ഒരു ആരോപണമില്ല. ഇവിടെ ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആയൂർ ബിജു അഭ്യാസം കാണിക്കുകയാണ്, ശീർഷാസനത്തിൽ നിൽക്കുകയാണ്. അത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്. CPM-നെ കൊലയാളി പാർട്ടി എന്ന് വിളിച്ചു. CPM-നെ കൊലയാളി പാർട്ടി എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? പ്രേമലു പാർട്ടി എന്ന് വിളിക്കണോ? നാട്ടുകാരെ പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണോ? CPM-ന്റെ എത്രയോ നേതാക്കന്മാർ കൊലക്കേസുകൾ പ്രതി, അവിടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ ഇതുപോലെ കൊലക്കേസ് പ്രതിയായിട്ടുള്ളത്? മുഖ്യമന്ത്രി തന്നെ കൊലക്കേസ് പ്രതിയായിരുന്നില്ലേ? വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്നില്ലേ മുഖ്യമന്ത്രി? കരിമ്പിൽ സതീശൻ വധക്കേസിലെ പ്രതിയായിരുന്നില്ലേ കോടിയേരി ബാലകൃഷ്ണൻ? CPM-ന്റെ ഇപ്പോൾ നിലവിലിരിക്കുന്ന എത്രയോ നേതാക്കന്മാർ കൊലക്കേസിലെ പ്രതിയാണ്.
TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ കുഞ്ഞനന്തൻ മരിച്ചതിന്റെ പേരിൽ പുണ്യവാളനായിട്ട് ഉയർത്തി കാണിക്കുന്നത് ആരാണ്? കുഞ്ഞനന്തൻ ഇന്ത്യയുടെ ഉറുമ്പിനെ പോലും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിസ്ഥാനത്ത് നിന്നിട്ടില്ലേ? സന്ദീപ് വാര്യരെ ഒരു സെക്കൻഡ് ഞാൻ കലാപവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരാധന പ്രധാനമന്ത്രി ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് സംസാരിക്കും. ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞിട്ട് സംസാരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് ഞാൻ ഫോണിലാണ്, അതുകൊണ്ട് നിങ്ങളോട് തർക്കിച്ചു നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചോ. തർക്കിക്കാനാകുമെങ്കിൽ തർക്കിക്കുക. അല്ല, ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് താങ്കൾ സംസാരിക്കും. ഞാൻ ഫോണിലാണുള്ളത്. ആരാധനായ പ്രധാനമന്ത്രി പ്രതിസ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രതിയാണ് സമർത്ഥിക്കാൻ താങ്കൾക്കാകുമോ? താങ്കൾ അംഗീകരിക്കുമോ? താങ്കൾ പാർട്ടി അംഗീകരിക്കുമോ? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചോ. നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ പോയിന്റ് പറഞ്ഞു. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ ഫോണിലാണുള്ളത്. താങ്കൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യമേ ഉള്ളൂ. CPM എന്ന് പറയുന്നത് ഒരു കൊലയാളി പാർട്ടിയാണ്. ഫസൽ വധക്കേസിൽ അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളതാണ്. CBIയുടെ കുറ്റപത്രത്തിൽ കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുള്ളത്. നാട്ടിൽ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന് ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ രക്തത്തിൽ കലർത്തിയ തൂവാല കൊണ്ടുപോയി RSSന്റെ ശാഖയിലിട്ടവരാണ്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനെ കൊന്ന് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാർ ഉപയോഗിച്ചവരാണ്. അപ്പൊ ഇത്തരം മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഈ കൊലയാളി സംഘം, CPMന്റെ കൊലയാളി സംഘം, ആ കൊലയാളി സംഘത്തിന് നേതൃത്വം കൊടുത്ത കുഞ്ഞനന്തനെ മാടപ്രാവ് എന്നാണ് ഇപ്പൊ CPM വിശേഷിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന് പോലും കൊടുക്കാത്ത അന്ത്യയാത്രയാണ് കുഞ്ഞനന്തന് CPM കൊടുത്തത്. അപ്പൊ കൊലയാളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, കൊലയാളികൾക്ക് സാമൂഹ്യ അംഗീകാരം കൊടുക്കുന്ന, അവരുടെ വീട്ടിൽ കല്യാണം കൂടാൻ പോകുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലൊരു നെറുകെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് വേറെയുണ്ടോ? ഈ കൊലയാളി പ്രസ്ഥാനം ഇതല്ല, ഇതിലപ്പുറം ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നത്. ഇന്ന് അമ്പലപ്പറമ്പിലിട്ട് ഒരു CPMന്റെ ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച മുഴുവൻ RSSനെതിരാക്കി തീർക്കാൻ, BJPക്കെതിരാക്കി തീർക്കാൻ ഇവിടെ CPM നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന് ന്യായമായും സംശയിക്കുകയാണ്. അതുകൊണ്ട് CPM ധൈര്യമുണ്ടെങ്കിൽ, സംസ്ഥാന സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ഈ അന്വേഷണം CBIക്ക് കൈമാറാൻ തയ്യാറാകണം. അവരുടെ പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും ആ കുറ്റം RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് എന്ത് നികൃഷ്ടമായിട്ടുള്ള കാര്യമാണ്. തുടക്കത്തിൽ കിട്ടിയ വിവരമനുസരിച്ച് CPMന്റെ ഈ പ്രമുഖർ